ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ അമാഷൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ്. അതിനുശേഷം വൊളാറ്റിലിറ്റി വീണ്ടും കണ്ടേക്കാം. എന്നിരുന്നാലും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്സൊക്കെ കാണാൻ സാധ്യതയുണ്ട്. നമ്മൾ ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ചൈനീസ് മാർക്കറ്റുകൾ, അതുപോലെ തന്നെ ഹോങ്കോങ് മാർക്കറ്റ്, ജാപ്പനീസ് മാർക്കറ്റൊക്കെ ഒന്ന് ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ചൈനയിലെ ചൈനീസ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് പ്രൈവറ്റ് കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഇന്നലത്തെ മീറ്റിങ്ങിന് ശേഷം. അതിനുശേഷം വളരെ ബുള്ളിഷാണ് ചൈനയിൽ ടെക്നോളജി സ്റ്റോക്കുകളെല്ലാം തന്നെ 4 ഇയർ ഹൈയിലാണ് ഓൾറെഡി ചൈനീസ് ടെക്നോളജി സ്റ്റോക്കുകളെല്ലാം ട്രേഡ് ചെയ്യുന്നത്. ഡീപ് സീക്കിൻ്റെ ഇൻട്രൊഡക്ഷന് ശേഷം ഗോൾഡ്മാൻ സാക്സ് അടക്കമുള്ള റിസർച്ച് ഹൗസുകളൊക്കെ പറഞ്ഞിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടാണ് ചൈനയെ കുറിച്ച്. അതുകൊണ്ട് തന്നെ ചൈനീസ് മാർക്കറ്റുകൾ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ചൈനീസ് സ്റ്റോക്കുകൾ പലതും 4 ഇയർ ഹൈയിൽ എത്തിയിട്ടുണ്ട്, ടെക്നോളജി സ്റ്റോക്കുകൾ. അതോടൊപ്പം തന്നെ അലിബാബ ഐഡിയാറും ഇന്നലെ 52 വീക്ക് ഹൈയിലാണ് അമേരിക്കയിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ് 165 പോയിന്റ് വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. S&P ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ്. നാസ്ഡാക്ക് സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. അതോടൊപ്പം തന്നെ റസൽ 2000 സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മെറ്റാ പ്ലാറ്റ്ഫോമും പാലൻറ്റിയറും പുതിയ റെക്കോർഡ് ഹൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ മറ്റു മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ബെറ്റർ ആയിരുന്നു. ഇന്നലെ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റുകൾ ഓൾമോസ്റ്റ് എല്ലാം ഫ്ലാറ്റ് ആയിരുന്നു. തൈവനീസ് മാർക്കറ്റ് മാത്രമാണ് 1.5% ബെറ്റർ ആയിരുന്നത്. നമ്മളും ഇന്നലെ അത്തരത്തിലുള്ള ട്രെൻഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നല്ല വൊളാറ്റിലിറ്റിക്ക് ശേഷം സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് നമ്മളും ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗോൾഡ് വീണ്ടും മുന്നേറ്റം ആരംഭിച്ചിരിക്കുകയാണ്. $2,918 പെർ ഔൺസിനാണ് ഇപ്പോൾ ഏപ്രിൽ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. സിൽവറും ബെറ്റർ ആണ്. കോപ്പർ മാത്രമാണ് ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി വീക്കായിട്ട് ട്രേഡ് ചെയ്യുന്നത്. അലുമിനിയം അതുപോലെ തന്നെ സിങ്കൊക്കെ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്രൻഡ് ക്രൂഡ് ഓയിൽ സ്ലൈറ്റ്ലി വീക്കാണ്. നാച്ചുറൽ ഗ്യാസ് സ്ലൈറ്റ്ലി വീക്കാണ്. നമ്മുടെ റുപ്പി US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് ഇന്നലെ 86-89 ക്ലോസ് ചെയ്തിരിക്കുന്നത്. റുപ്പി ഫർദർ വീക്കൻ ചെയ്യുകയാണെങ്കിൽ വീണ്ടും അത് നമ്മുടെ എക്കണോമിനെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി നെഗറ്റീവ് ന്യൂസാണ്. മോർഗൻ സ്റ്റാൻലി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ പല സ്റ്റോക്കുകളും നല്ല അട്രാക്റ്റീവ് ലെവലിലാണ് ഇപ്പോൾ കറക്ഷന് ശേഷമുള്ളതെന്നാണ്. ലോങ് ടൈമിലേക്ക് ബൈ ചെയ്യാനുള്ള റെക്കമെൻഡേഷനാണ് മോർഗൻ സ്റ്റാൻലി പല സ്റ്റോക്കുകളിലും പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗ്ലോബൽ എയറോസ്പേസ് കമ്പനികൾ ഇന്ത്യയിൽ നിന്ന് ധാരാളം പാർട്സ് സോഴ്സ് ചെയ്യാനുള്ള കരാറുകളിലൊക്കെ ഒപ്പിട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ആസാദ് എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഭാരത് ഫോർജ് ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. നാഷണൽ അലുമിനിയം കമ്പനി 30,000 കോടി രൂപയുടെ എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യുന്നത്. റിന്യൂവബിൾ എനർജി ഉണ്ട്. അതുപോലെ തന്നെ അലുമിനിയം സ്മെൽറ്റർ കപ്പാസിറ്റി കൂട്ടാനുള്ള പ്ലാനുകളൊക്കെ ഉണ്ട്. ലോങ് റണ്ണിൽ നാഷണൽ അലുമിനിയത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. സയൻറ്റ് DLM ഒരു ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗോദ്രേജ് പ്രോപ്പർട്ടി 12 ലാൻഡ് പാർസൽസ് അക്വയർ ചെയ്തിട്ടുണ്ട്. ഗ്ലെൻമാർക്ക് അവരുടെ US-ത്തെ ഫാക്ടറി വീണ്ടും റീഓപ്പൺ ചെയ്യാനുള്ള നീക്കത്തിലാണ്. കേരള സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ ലിമിറ്റഡ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള തൃശ്ശൂരിൽ നിന്നുള്ള കമ്പനിയാണ്. എക്സലൻറ്റ് Q3 റിസൾട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. 30 രൂപ പെർ ഷെയർ ഡിവിഡൻഡും അനൗൺസ് ചെയ്തിട്ടുണ്ട്. കൊച്ചിൻ ഷിപ്പ് യാർഡ് മേഴ്സ്ക് ആയിട്ടൊരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. ഷിപ്പ് റിപ്പയർ, മെയിൻ്റനൻസ് അതുപോലെ തന്നെ ഷിപ്പ് ബിൽഡിങ്ങിന് വേണ്ടിയാണ്. ടെസ്ല ഇന്ത്യയിൽ റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ജോബ് മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നൊരു ന്യൂസാണ്. അതോടൊപ്പം തന്നെ ഭാരതി എയർടെൽ ഒരു അണ്ടർസീ കേബിള് മുംബൈ ചെന്നൈ റീജിയനിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. സിംഗപ്പൂരും ഫ്രാൻസായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു അണ്ടർസീ കേബിളാണ്. ഭാരതി എയർടെലിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. TCSനെ കുറിച്ച് TCSൻ്റെ പഴയ സ്റ്റാഫുകൾ അലഗേഷൻ ഉന്നയിച്ചിട്ടുണ്ട്. H1B വിസ വെച്ച് TCS ധാരാളം ഗെയിമുകൾ കളിച്ചിട്ടുണ്ടെന്നുള്ള ഒരു ന്യൂസാണ് വരുന്നത്. അതായത് ഇന്ത്യൻ ടെക്കികളെ US ടെക്കികളെക്കാളും നന്നാക്കി കാണിക്കുന്ന തരത്തിലുള്ള പല സ്റ്റേറ്റ്മെൻറ്റുകളും ഉണ്ടാക്കി H1B വിസ നേടിയെന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ്. അലഗേഷൻ മാത്രമാണ്. ഇത്തരത്തിലുള്ള അലഗേഷൻസൊക്കെ പലപ്പോഴും വരാറുണ്ട്. ഒരുപക്ഷെ TCSൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കിയേക്കാം. ഒന്ന് ക്ലോസ്ലി വാച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ന്യൂസ് ഫ്ലോസ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അറ്റ് എവരി ഫാളിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ 3-4 ഘട്ടമായിട്ട് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ വാങ്ങുന്നത് നന്നായിരിക്കും. ഇന്ത്യൻ എക്കണോമി ഡൊമസ്റ്റിക് കൺസംഷൻ ഡ്രിവൺ എക്കണോമിയാണ്. അതോടൊപ്പം തന്നെ കാര്യമായിട്ടുള്ള
നെഗറ്റീവ് ഇമ്പാക്റ്റുകളോ ഒന്നും തന്നെയില്ല. ഇനി ഗവൺമെൻറ്റിൻ്റെ പോളിസി മെഷേഴ്സ് ബൂസ്റ്റ് ഉണ്ടാക്കുന്ന പോളിസി മെഷേഴ്സൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും നമ്മുടെ മാർക്കറ്റ് ഒരു കൺസൾട്ടേഷൻ മോഡിലേക്കും അതിനുശേഷം മുന്നേറാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. ടെമ്പററി ആയിട്ട് വീണ്ടും വോളാറ്റിലിറ്റി ഒക്കെ വന്നേക്കാം. നിഫ്റ്റിയും സെൻസസൊക്കെ വീണ്ടും ഒരു ഡൗൺവേർഡ് ട്രെൻഡൊക്കെ കാണിച്ചേക്കാം. എന്നിരുന്നാലും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വളരെ സേഫാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.